പൊളി ഇൻട്രോ. ഹായ്, എൻജോയ് പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് മൂവിയാണ്. ഈ മൂവി നമുക്കറിയാം ഈ വർഷത്തെ തന്നെ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. ഏകദേശം 30-32 കോടി ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് 100 കോടിക്ക് മേലെ കളക്ട് ചെയ്ത മൂവിയാണ്. അത് മാത്രമല്ല നമുക്കറിയാം മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ഒരു ഗ്യാരണ്ടി പടമാണ്. അപ്പൊ അതിൽ ആ ഒരു ഗ്യാരണ്ടി തെറ്റിക്കാത്തൊരു പടം കൂടിയായിരുന്നു കണ്ണൂർ സ്ക്വാഡ്. അപ്പൊ ഈ കണ്ണൂർ സ്ക്വാഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമുക്ക് ഈ സിനിമ കാണാൻ പറ്റിയിട്ടില്ല, നമ്മുടെ ഇവിടെ അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ ഈ മൂവിയെ പറ്റിയിട്ട് കുറെ കേട്ടിട്ടുണ്ട്. അതായത് മമ്മൂക്കയുടെ പെർഫോമൻസ്, അത് മാത്രമല്ല അതിലുള്ള ആളുകളുടെ പെർഫോമൻസ്, ആ ഒരു ഗ്യാങ്, അതായത് ആ ഒരു ഗ്യാങ്ങിനെ കുറിച്ചിട്ട് വല്ലാത്തൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അത് മാത്രമല്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടും അതിന്റെ കൂടെ തന്നെ നല്ല നല്ല മാസ് ആക്ഷൻ സാധനങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് നമ്മൾ റിവ്യൂ സംഭവങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് റിയൽ സ്റ്റോറിയാണ്, റിയൽ പോലീസ് ഓഫീസേഴ്സ് ആണ്, എന്താ പറയാ അവരുടെ സ്റ്റോറി ആണെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്ക് അതിനെ പറ്റിയിട്ട് വലിയ ഒരു സംഭവം ഇല്ല. നമുക്ക് എന്തായാലും അതിന്റെ ഒരു ടെക്നിക്കൽ ക്രൂവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അതിന്റെ സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷം നേരെ നമുക്ക് സീനിലിട്ട് പോകാം. ക്രൈം ത്രില്ലർ ഫിലിം ഡയറക്റ്റഡ് ബൈ റോബി വർഗീസ് രാജ്, ഡെബ്യൂട്ട് ആണ്. ഇൻ ഹിസ് ഡയറക്ടറൽ ഡെബ്യൂട്ട് ആൻഡ് റിട്ടൺ ബൈ മുഹമ്മദ് ഷാഫി ആൻഡ് റോണി ഡേവിഡ് രാജ്. നമ്മളെ റോണി ഡേവിഡ് രാജ് ആക്ടർ കൂടിയാണ്. ഡേവിഡ് രാജും ഇദ്ദേഹം എന്തെങ്കിലും കണക്ഷൻ ആണോ? റോബി വർഗീസ് രാജ് അറിയില്ല കേട്ടോ. റോബി വർഗീസ് രാജ്, റോണി ഡേവിഡ് രാജ് അറിയില്ല കേട്ടോ. എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യാം. അത് മാത്രമല്ല കോമ്പിനേഷൻ മമ്മൂക്കയുടെ കൂടെ ഉള്ളത് ആരൊക്കെയാണ്? യെസ്, അസീസ് നെടുമങ്ങാട് ഉണ്ട്, റോണി ഡേവിഡ് രാജു ഉണ്ട്, ശബരീഷ് വർമ്മ, പിന്നെ കിഷോർ ആൻഡ് വിജയരാഘവൻ കാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ഇവരാണെന്ന് മെയിൻ റോളുകളിൽ വരുന്ന ആൾക്കാർ. ആൻഡ് മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസർ നമുക്ക് ഓൾറെഡി അറിയാം. ബേസ്ഡ് ഓൺ ദ റിയൽ സ്റ്റോറി ഓഫ് എ ടീം ഓഫ് പോലീസ് ഓഫീസേഴ്സ് ഹു വെയർ പാർട്ട് ഓഫ് ദ കണ്ണൂർ സ്ക്വാഡ്, എ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഫോംഡ് ബൈ ഫോമർ കണ്ണൂർ SP S ശ്രീജിത്ത് IPS. അപ്പൊ സംഭവം ഉള്ളത് തന്നെയാണ്. യെസ്, റിയൽ സ്റ്റോറി ബേസ്ഡ് ഓൺ ആണ്. അപ്പൊ എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ആ റിയലിസ്റ്റിക് ഫീൽ ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് ട്രെയിലറൊക്കെ കണ്ട സമയത്ത് ഉണ്ട മൂവിന്റെ ആ ഒരു സംഭവങ്ങൾ, കാരണം ആ ഒരു ഇൻവെസ്റ്റിഗേഷനും പുറത്തോട്ട് പോകുന്ന സംഭവങ്ങളൊക്കെ നോർത്ത് വൈബിലൊക്കെ. പിന്നെ ഇതിനകത്തെ കുറെ സോങ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ സോങ് പോലും നമുക്ക് റിയാക്ഷനും ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഈ പടത്തിന് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് എല്ലാവരും പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് സുഷിൻ ശ്യാം എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ. നമുക്കറിയാം സുഷിൻ ശ്യാം വരുന്ന സമയത്ത് വേറെ ലെവലാണ്. അതായത് സിനിമ എന്തായാലും സുഷിൻ ശ്യാം വന്നിട്ട് ആ സിനിമേനെ വേറെ ലെവലിലോട്ട് മാറ്റും. ആ ഒരു സംഭവം ഇതിൻ്റെ അകത്തും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ഇൻട്രോ സീനിലിട്ട് പോകാം. റെഡി അല്ലേ? (2015) 3:30 AM കണ്ണൂർ വിരാജ്പേട്ട് ബോർഡർ. നമ്മളെ പോകുന്ന റോഡ് കണ്ണൂരോട്ട് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ റൂട്ട് കാടക്കുള്ള റൂട്ട്. വിരാജ്പേട്ട് റോഡ് എന്ന് പറയുന്നത് മറ്റേ അവിടുന്ന് പോയാൽ മാത്രമല്ല, അതായത് നമ്മുടെ കൊടകിലോട്ടൊക്കെ പോകുന്ന റോഡ്. നമുക്കടെ കൈയാണത്. വാച്ച്. പിന്നെ ആ ഒരു കയ്യിലൊരു ഇത് കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് റൈറ്റർ കണ്ണൂർ സ്ലാങ് നന്നായിട്ട്. പാലപ്പെട്ടാരാ ആരണത്? അസീസ്. റിയലിസ്റ്റിക് ശബ്ദം. തീവണ്ടി ഓണാക്കാൻ പറ്റൂലേ? ഓ, ഫസ്റ്റ് തന്നെ സോങ്ങോ അല്ലേ? ഓ, പൊളി പൊളി ഇൻട്രോ. അത് ആ സോങ്ങിന്റെ വൈബിലല്ലേ? എനിക്കൊന്ന് സോങ്ങിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ?
കണ്ണ് മോനെ ഇടും ഫ്രെയിം ഷെയ്ഡ് കളർ ഷെയ്ഡും കൊടുക്കും. അയാളെയാണല്ലോ സ്കെച്ച്. അതുപോലെ ഉണ്ടല്ലോ പാലിന്റെ എന്നല്ല പറഞ്ഞത്, പാലപ്പോരും വെച്ചില്ലേ. കാലൻപുലി മറ്റേ സോങ് സജഷൻ വന്ന സോങ്. അത് നല്ല രസത്തില് ഷോട്ട് കാണിക്കുന്നു, നല്ല ലിറിക്സ്. ആ ഒരു എൻട്രിക്ക് കറക്റ്റ് സാധനം കൊടുത്തു. വെറുതെ അല്ല സുഷാണ് എല്ലാരും പറഞ്ഞത്. ഇവരെ തന്നെയാണോ സ്കെച്ച് ചെയ്യുന്നത്? ഓടിയോ? അല്ല അവിടെ ഇറങ്ങിപ്പോയതാ. അത് നൈറ്റ് ഷോട്ട് ആട്ടോ അല്ലേ? അത് സംഭവം എന്താ അറിയോ, ഭയങ്കര ടെക്നിക്കൽ, നല്ല ക്വാളിറ്റി അല്ലേ? ഓ ഇയാളല്ല സ്കെച്ച് ചെയ്തത്. അല്ല അല്ല അല്ല, ഇയാള് കൂട്ടിക്കൊണ്ടുവന്ന പൈസ എടുത്തല്ലോ. നമ്മള് പക്ഷെ കാണിക്കുന്ന വേറെ എവിടെയോ ഇത് സംഭവം കാണിച്ചു കൊടുത്താണ്. വീടാണല്ലേ? സൈലൻസ് ഭയങ്കര. എന്താണ് ഓ ബീറ്റ് ടെൻഷൻ ത്രില്ലർ ഫോംസ്. ത്രില്ലർ മോഡൽ കേട്ടോ. എല്ലാം സെറ്റാക്കാം. സുനിയേട്ടനെ ഒന്ന് പിടിക്കാൻ വന്നേക്കണേ. ഡോഗ് റോണിനാണ് കടിച്ചത്. ഓ വേറെ ബോംബ് വന്നല്ലോ. അവരതിനെ വെച്ചല്ലോ ഡോഗിന് അല്ലേ? അവിടെ നിന്ന് ബോംബാന്നല്ലോ. ബോംബ് ഓ അവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അവരിട്ടിട്ട് പോയ പോലെ ഉണ്ട് അവിടെ. അത് ഭയങ്കര റിയലിസ്റ്റിക് സൗണ്ട് ക്വാളിറ്റിയും എല്ലാം. ഇല്ലല്ല അവരവിടെ ഉണ്ടായിരുന്നു. അവര് ഡോർ തുറന്നു പോയേക്കാണ്. റിയൽ ഫയർ
ബ്രോ. അത് നൈറ്റ് ഷോട്ടില് അല്ലേ? അത് ഫസ്റ്റ് തന്നെ കാണിച്ചത് നമുക്ക് എന്താന്ന്. അത് ഈ കണ്ണൂർ സ്ക്വാഡ് ഭയങ്കര പൊളിയാന്നുള്ള ഫസ്റ്റ് തന്നെ കാണിച്ചത് നമുക്ക് ടീം. നല്ല ഫ്രെയിംസ് ഉണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കാലില് അല്ലല്ലോ മറ്റേ സുനീട്ടന്റെ കാലിന്. സുനീട്ടനെ പിടിക്കും എന്തായാലും. അതുപോലെ ഉണ്ട്. സുനീട്ടനെ കാലിൽ കുപ്പിച്ചല്ലേ പറയാം. വിജനത മാത്രല്ല ഫ്രെയിം കാർഡിന്റെ ഒരു ഫീല് കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓ സസ്പെൻസ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ ഓരോ മൊമെന്റും. ഇങ്ങനെ കണ്ടിരിക്കാൻ വേറെ എന്തോ ഉണ്ട് അവിടെ. ആള് കണ്ട് പേടിച്ചു. അത്രയും ടെററായ സുനിയേട്ടൻ വരെ പേടിച്ചെങ്കിൽ അവിടെ എന്തായിരിക്കും? എന്തെങ്കിലും സാധനം ഉണ്ടാവും കാര്യമുണ്ട്. അഴുകി ശരീരം. പെണ്ണാണോ? പെൺകുട്ടിയാണോ പെണ്ണുങ്ങളാണോ മനസ്സിലായില്ല. ഫോട്ടോ കാണാൻ എന്നാ സ്റ്റൈല് അല്ലയോ സാറേ? കണ്ടാ പറയോ പട്ടാ പോലെ രണ്ടുപേരെ വെട്ടിക്കൊന്നവരാണ്. ജോർജെ, നമ്മൾ എന്തിനായിട്ട് റിസ്ക് എടുത്തിട്ട് ഈ രാഷ്ട്രീയ പ്രതികൾ പിടിക്കുന്നത്? അതിന്റെ വല്ല ആവശ്യമില്ല. ഇടതും വലുതും മറ്റുള്ളവരും കൂടെ ഒന്നിച്ച് പോരാട്ടത്തിന് ഇറങ്ങിയ ഇവിടെ നീതി കിടക്കുന്ന സാധാരണക്കാരനെ ജീവിക്കേണ്ട എന്റെ കോപി. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ SP വിളിച്ച് പറഞ്ഞാൽ മതി. സാർ അത്രേ നോട്ട് സാർ. പിന്നെ 324 ഒന്നും കയറ്റി. അതെന്തിനാ? നാടൻ മുമ്പ് തുമ്പത്തുന്ന മുട്ടീനി. പിന്നെ നായനോട്ട് ഘടിപ്പിച്ചതാ. രണ്ട് ജസ്റ്റ് മിസ്സാ സാറേ. ഈ 324 വേണോ? സാറേ കാര്യം നായന്റെ പേര് ഉണ്ട് സാർ. മൾട്ടിമീഡിയ ഡിപ്ലോമ ചെയ്ത്. ഫോട്ടോഷോപ്പ് സാറേ, ഇവരൊക്കെ പിടിച്ചിട്ടാലേ നമുക്ക് ചൊറയാം. ഇന്നലെ രാത്രി ഡ്യൂട്ടി കയറിയതാ. ജോർജിന് കുടുംബമില്ലാത്തോണ്ട് ഇതൊക്കെ പറയാൻ നടക്കാം. ഇതൊക്കെ തീർത്തിട്ട് എപ്പം വീട്ടിൽ പോകും സാറേ? താണെന്ന് വർത്താനം പറഞ്ഞു. അവരെങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റില്ല. അവർ SP സാറിന് പേഴ്സണൽ സ്കോഡാണ്. നിങ്ങൾ വിട്ടോ, ഇവരുടെ കിട്ടും. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കി ചെയ്തോളാം. സാർ ആ ബോഡിയുടെ ഇൻവെസ്റ്റോട് കഴിഞ്ഞിട്ട് പോകാന്ന് വിചാരിച്ചിട്ട്. ഇതിവിടെ പോകണാടോ. എല്ലാ ആദിവാസി മറ്റേ ആയിരിക്കും. അവരാരെങ്കിലും വരുന്നു. അത് കണ്ടിട്ടും ആദിവാസിയാണെന്ന് തോന്നുന്നില്ല. കണ്ടിട്ട് ആദിവാസിയാണെന്ന് തോന്നുന്നില്ലെന്ന് പറയാ. അല്ലെങ്കിൽ തന്നെ മാവോയിസ്റ്റ് കൂപ്പ് എന്ന് പറഞ്ഞ 100,000 പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് മേലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് ഗണിയും പോയി ചുരുണ്ടാ മതി. ഞങ്ങളെ പണി അതല്ല. വെറുതെ ചെല്ലു. ഇവിടെ കാര്യം പറഞ്ഞ മനസ്സിലാവുന്നോ? ജോർജ് എന്നല്ല ക്യാരക്ടർ പേര്. വേറെ 2017 കാണിച്ചിട്ടുണ്ട് പോലീസ് ക്യാൻറ്റ്. തുടങ്ങിയത് 2015 2015. അപ്പൊ 2 years കഴിഞ്ഞു. അപ്പൊ ഏകദേശം ആ ഒരു സംഭവം നമ്മളെ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ആ ഒരു എന്താ പറയാ നറേഷൻ നമ്മളെ ചെയ്തത് കേട്ടോ കിടുവായിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു കാലൻ പുലി സോങ് ആദ്യം തന്ന് മമ്മൂക്കയുടെ നമ്മളെ കാണിച്ചപ്പോ തന്നെ ഭയങ്കര ഒരു മാസീവ് എഫക്റ്റ് ആയിരുന്നു. അതായത് ഫ്രെയിം ടു ഫ്രെയിം ഉണ്ടല്ലോ, ഭയങ്കര ടെക്നിക്കൽ ക്വാളിറ്റി ഉണ്ട് ആ വിഷ്വൽ കാണിച്ചിരിക്കുന്നതായാലും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പിന്നെ മമ്മൂക്കയുടെ സ്ക്രീൻ പ്രസൻസ്, പ്രത്യേകിച്ച് ആ ഫയറി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ടായിരുന്നു ആ ഒരു അടീന്റെ സമയത്ത്. അത് ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ തന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു എന്താ പറയാ ഫയർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നീ റിയൽ ആയിട്ട് കത്തിച്ചാണ് അതുപോലെ ഉണ്ടായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ഫീൽ. അതുപോലെ തന്നെ ഓരോ മൊമെന്റും ആ കാടും
ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു റിയൽ കാർഡ് തന്നെയാണ് തോന്നുന്നത്. ഭയങ്കര ആ ഒരു നമുക്ക് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഫീൽ അടിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ആണെങ്കിൽ മമ്മൂക്കയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഭയങ്കര പൊളി. അതും ആ ഒരു മൊമെന്റ് ഒക്കെ ഇല്ല, അത് ഓരോ മൊമെന്റിലും ഭയങ്കര സസ്പെൻസ് ഉണ്ട്, ത്രില്ലുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കറക്റ്റ് ആയിട്ട് കാണിച്ചു 2015 കണ്ണൂർ സ്ക്വാഡ് ടീം ഇതാണ്, അവരിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അവര് എന്താ പറയാ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാത്തിലും ഭയങ്കര റിസ്കി ഓപ്പറേഷൻസ് എടുക്കാറുണ്ട്, അവർക്കെല്ലാം ചെയ്യണം എന്നുണ്ട്. പക്ഷെ അത് കുറെ ബ്ലോഗ്സ് വരാറുണ്ട് അങ്ങനെ ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് 2 years കഴിഞ്ഞ് അവർ ഓൾറെഡി എനിക്ക് തോന്നുന്നു സ്ക്വാഡ് തന്നെയാണ്. 2017 ആയപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരാളവിടെ ആദിവാസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു അന്വേഷണമാണോ ഇനി പോവാൻ പോകുന്നത് എന്താന്ന് അറിയില്ല. പക്ഷെ എന്തായാലും അടുത്ത കാണിച്ചിരിക്കുന്ന പോലീസ് ക്യാൻറ്റീൻ തന്നെയാണ്. അപ്പൊ എന്താന്നുള്ളത് നമുക്ക് അടുത്ത സീനിൽ കാണാം. എന്തായാലും പൊളിച്ചടുക്കിയ ഇൻട്രോ, ആ ഒരു ത്രില്ലർ മോഡ് ഓരോ ഫ്രെയിമിലും നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് ഷോട്ട്സ്, ക്രൈം ത്രില്ലർ ഫോം, അത് എനിക്ക് തോന്നുന്നു ആ ഒരു ജോണർ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഈ ഒരു മൂവിയുടെ സക്സസും ആയത്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് സീന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് കാണാം. അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇതെല്ലാം നല്ല വീഡിയോസ് ആയിട്ട് നല്ല വരുന്നതായിരിക്കും.